എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഭഗവാൻ ഹനുമാൻ രാമായണത്തിന്റെ പ്രാണനാണ് എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കാറുള്ളത്. ഭഗവാനെ കൂടാതെ ഒരു രാമായണത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എത്രത്തോളം പ്രാധാന്യം രാമനുണ്ടോ അത്രത്തോളം പ്രാധാന്യം ഹനുമാനും രാമായണം കൽപ്പിക്കുന്നുണ്ട്. രാമായണം മുഴുവൻ വായിക്കാൻ സാധിക്കാത്ത ആളാണെങ്കിൽ പോലും സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ തന്നെ രാമായണം വായിച്ചതിൻ്റെ ഗുണം കിട്ടുന്ന മഹാത്മാക്കൾ പറയാറുണ്ട്. അതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഒരു സംശയത്തെക്കുറിച്ചാണ് ഇന്നേ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹനുമാനുണ്ടായ ആ സംശയത്തിൻ്റെ കഥ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടെ പരിശോധിക്കാം. നമുക്കറിയാം, ബാലിയെ നിഗ്രഹിച്ചതിന് ശേഷം സുഖലോലുപതയിൽ മുഴുകിയ സുഗ്രീവൻ ഭഗവാൻ രാമന് കൊടുത്ത വാക്ക് മറന്നുപോയി. ഇത്ര കാലത്തിനുള്ളിൽ സീതാന്വേഷണത്തിനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ഉടമ്പടി ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ. പക്ഷെ അദ്ദേഹത്തിന് രാജ്യം കിട്ടി, ഭാര്യയെ കിട്ടിയൊക്കെ സമയത്ത് ഇതൊക്കെ മതി എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും സുഗ്രീവന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ക്രുദ്ധനായിട്ട് അവിടെ ചെല്ലുകയും ആ ഭഗവാന്റെ കോപം കാണുന്ന സമയത്ത് സുഗ്രീവന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അദ്ദേഹം ഉടൻ തന്നെ സൈന്യത്തെ മുഴുവൻ വിളിച്ച് പല ദിക്കിലേക്ക് സീതാന്വേഷണത്തിനായിട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. പല കൂട്ടം വാനരന്മാർ പല ദിക്കിലേക്കായി പോയി എന്നാണ് രാമായണം പറയുന്നത്. ഓരോ ദിക്കിലും പോയ സ്ഥലത്ത് ഓരോ ആളുകളെയൊക്കെ അതിൻ്റെ നേതാവായിട്ടൊക്കെ സുഗ്രീവൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും പല വഴിക്കും സഞ്ചരിച്ചു. ആ പോയ വാനരന്മാരിൽ ഒരു സംഘത്തിൽ ഭഗവാൻ ഹനുമാൻ സ്വാമി ഉണ്ടായിരുന്നു എന്നാണ്. അവർ ചെന്ന് ഒരു സമുദ്ര തീരത്തെത്തി. ആ സമുദ്രത്തിനപ്പുറത്താണ് ലങ്ക. സമുദ്രം എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള ഒരു ശങ്ക വാനരന്മാർക്കൊക്കെ ഉണ്ടായി. കാരണം ഇത്രയും വലിയൊരു സമുദ്രം കടന്ന് അപ്പുറത്തെത്തണം എന്നുണ്ടെങ്കിൽ ചില്ലറ അധ്വാനമൊന്നും പോരാ. ഏറ്റവും ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് സമുദ്രത്തെ തരണം ചെയ്യുക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ സമുദ്രത്തെ തരണം ചെയ്യുക എന്നുള്ളത് എല്ലാവരും കൂടെ വട്ടം കൂടി ആലോചിക്കാൻ തുടങ്ങി. അതിലൊരു വാനരൻ പറഞ്ഞു, എനിക്ക് തോന്നണത് എനിക്കിതിലൊരു 30 യോജന ചാടിക്കടക്കാൻ പറ്റും, അതിലപ്പുറം എനിക്ക് പറ്റും തോന്നുന്നില്ല. അത് കേട്ട് മറ്റൊരു വാനരൻ പറയുന്നുണ്ട്, തനിക്ക് 30 പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്കൊരു 50 പറ്റും, അതിൻ്റെ അപ്പുറം എനിക്കും സാധിക്കില്ല. ഇങ്ങനെ പല കണക്കുകളും പല ആളുകളും ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ വീരവാദം പറയുന്നത് പോലെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സംഘത്തിൽ നിന്നൊക്കെ മാറി ഒരാള് കുറച്ച് ദൂരെ മാറിയിരിക്കുന്നത് ജാംബവാൻ കണ്ടു എന്നാണ്. മറ്റാരും തന്നെയല്ല, സാക്ഷാൽ ഹനുമാൻ സ്വാമി. അദ്ദേഹം ഒരു വിഷണ്ണനായി തനിക്ക് ഇതിനൊക്കെ ഉള്ളൊരു ശേഷി ഉണ്ടോ എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം മാറിയിരുന്ന് വിഷമിക്കുന്നത് ജാംബവാൻ കണ്ടു. ജാംബവാൻ വളരെ പതുക്കെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ച് ചോദിച്ചു, ഹനുമാൻ എന്തിനാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? അവരൊക്കെ പറയണത് കേട്ടില്ലേ, അവർക്കൊക്കെ ഇത്ര ദൂരം ചാടി കടക്കാൻ സാധിക്കുന്നതാണ് പറയണത്. ഹനുമാൻ മാത്രം എന്താ ഒരു കണക്കും പറയാത്തത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനൊക്കെ ഉള്ളൊരു ശേഷി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജാംബവാൻ. ആ കുട്ടികൾക്കെങ്കിലും അത് സാധിക്കുന്നുണ്ടെങ്കിൽ നന്നായി. ഞാനും കൂടെ അവിടെ പോയിട്ട് അവരുടെ ഒരു ധൈര്യം കൂടി ഇല്ലാണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നതാണ് എന്നാണ് ഭഗവാൻ പറയണത്. ആ സമയത്താണ് ജാംബവാൻ യഥാർത്ഥത്തിൽ ഹനുമാൻ സ്വാമിയുടെ ശക്തി എന്താണെന്ന് ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഹനുമാൻ, അങ്ങ് ഈ ഒരു ചെറിയ ദൂരം ചാടാൻ സാധിക്കുമോന്ന് ശങ്കിച്ച് നിൽക്കുന്നു. ഞാൻ അങ്ങയുടെ ബാല്യത്തിലുണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. അങ്ങ് കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ വളരെയധികം വിശന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കി. അവിടെ ചുവന്ന് തുടുത്ത് തീ പോലെ ജ്വലിക്കുന്ന സൂര്യനെ അങ്ങ് കണ്ടു. അങ്ങ് കരുതി അത് മനോഹരമായിട്ടുള്ളൊരു പഴമാണെന്ന്. ആ പഴം കഴിക്കാനായി സൂര്യമണ്ഡലത്തിലേക്ക് അങ്ങ് ചാടിയിട്ടുണ്ട് പണ്ട്. സൂര്യനെ രക്ഷിക്കാനായിട്ട് ഇന്ദ്രൻ വജ്രം പ്രയോഗിച്ചു. അത് അങ്ങയുടെ ഹനുവിൽ താടിയിൽ തട്ടി. വായുദേവന്റെ ഇടപെടൽ കൊണ്ടാണ് അങ്ങേക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. അങ്ങൊന്ന് മനസ്സ് വെച്ചാൽ ഈ ക്ഷണം അങ്ങേക്ക് ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങക്ക് പണ്ടുണ്ടായിരുന്ന ചെറിയ ചില വികൃതി കൊണ്ട്, കുസൃതി കൊണ്ട് അങ്ങ് ഈ മഹർഷിമാരെയൊക്കെ ചെന്ന് ശല്യം ചെയ്ത സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ഒരു ശാപം പണ്ട് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? സ്വന്തം ശക്തി എന്താന്നുള്ളത് മറന്നുപോട്ടെ എന്നൊരു ശാപം പണ്ട് മഹാത്മാക്കൾ അങ്ങേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ മാറിയിരിക്കുന്നത്. എൻ്റെ ദൗത്യം അങ്ങ് ആരാണ് എന്ന് അങ്ങേക്ക് പറഞ്ഞു തരലാണ്. അത് ഞാൻ ചെയ്തു. ഇനി ഇടപെടേണ്ടത് അങ്ങാണ്. അങ്ങേക്ക് ഈ ദൂരം നിഷ്പ്രയാസം ചാടിക്കടക്കാൻ സാധിക്കും എന്ന് ഹനുമാനോട് പറയുന്നത് ജാംബവാനാണ്. ഈ കഥയ്ക്ക് ശേഷമാണ് ഹനുമാൻ തൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും നിഷ്പ്രയാസം സമുദ്രത്തെ തരണം ചെയ്യുകയും ചെയ്യുന്നത്.
ബാക്കിയുള്ള വിവരങ്ങളൊക്കെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. നോക്കൂ, യഥാർത്ഥത്തിൽ ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഹനുമാന്റെ മനസ്സോടുകൂടി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പല ആളുകളും പറയാം, എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല, ഞാനൊരു കഴിവില്ലാത്ത ആളാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു കാര്യങ്ങളിലും ഇടപെടാതെ സദാസമയവും ഈ പറയുന്ന വിഷാദ രോഗം ഉൾപ്പെടെയുള്ള അവസ്ഥയിൽ മാറിക്കഴിയുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഹനുമാനുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രശ്നം, എന്താണ് സ്വന്തം ശക്തി എന്ന് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് അവർക്ക് സ്വയം സാധിക്കുന്നത് നമ്മൾ കരുതുന്നില്ല. അത് ആരുടെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ? ഹനുമാന് പുറത്തുനിന്ന് ഒരാളുടെ ഇടപെടൽ വേണ്ടിവന്നു. ജാംബവാൻ എന്ന പേരിൽ നമുക്കും ഒരു ഗുരു എന്ന് പറയുന്ന പേരിലുള്ള ഒരു ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്, നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജാംബവാൻ ഗുരുവിൻ്റെ പ്രതീകമാണ്, ഹനുമാൻ നമ്മുടെ മനസ്സിൻ്റെ പ്രതീകവും. അതുകൊണ്ട് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നമ്മുടെ ശക്തിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുകൂടി ഈ കഥ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.